രണ്ടാമത് ഒരു കല്യാണം കഴിച്ചു എന്നതിന്റെ ഒറ്റ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും നെഗറ്റീവ് മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു സ്ത്രീ ഷാജിദ ഷാജി. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചേച്ചി. മനസ്സിലായില്ല, എല്ലാം ഞാൻ പറയാം. ഇത്താള് രണ്ടാമത്തെ വിവാഹമാണല്ലേ? അപ്പൊ ഇത് വീട്ടുകാരൊക്കെ അറിഞ്ഞപ്പം എങ്ങനെയായിരുന്നു? വീട്ടുകാരറിയാന്ന് വെച്ചാല് വീട്ടില് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം പെട്ടെന്നായിരുന്നേ. അല്പ കോംപ്ലിക്കേറ്റഡ് കേസ് ആയതുകൊണ്ട് ആരെയും ക്ഷണിക്കാൻ പറ്റില്ല, എന്റെ സാഹചര്യം അനുവദിച്ചതുമില്ല. അപ്പം വിവാഹത്തിന് ആദ്യമേ ഒരു പ്രായം കുറഞ്ഞ ആളാണെന്ന് കേട്ടു, സത്യമാണോ? എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 26. 16-നും 26-നും ഇടയ്ക്കുള്ള സുന്ദരിമാരുടെ ഫോട്ടോസ് എടുക്കല എന്റെ ഹോബി. ഇപ്പൊ ഇക്കം 15 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 5 മക്കളിനെ എനിക്ക് തന്നിട്ടൊക്കെ പോയി. ഇപ്പോഴും ഞാൻ ജീവിക്കണില്ലേ? ഇപ്പൊ ഇവനെ ഇതേപോലെ എന്റെ കൂടെ നിന്നിട്ട് അവനും പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പുള്ളി പോകത്തില്ല എന്ന് 100% ഉറപ്പാണ്. അവൻ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ വിശ്വാസം നിന്റെ രക്ഷിക്കട്ടെ എന്ന ബൈബിൾ വാചകം മാത്രമാണ് എനിക്ക് തുടക്കത്തിൽ അതിനെ കുറിച്ച് പറയുവാനുള്ളത്. പുള്ളിക്ക് വേറൊരു മാരേജ് കഴിച്ചാൽ എന്റെ കൂടെ ഉണ്ടാവും. അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. അതൊരു അവിഹിതമാവില്ലേ? ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. അവിഹിതം പറഞ്ഞ എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത കല്യാണം കഴിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങളുടെ സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. ഒരാണിന് 4 പേരെ കെട്ടാന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തേത് ഉടനെ ഉണ്ടാവോ? അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ബഷീല്ലേ 2 ആളിനെ പോച്ചു, 2 ആളിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നു. പക്ഷെ ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ? അതെനിക്കറിയില്ല. ഈ ദാമ്പത്യം എന്നൊക്കെ പറയണത് അതൊരു പളുങ്ക് പാത്രം പോലെയാ, താഴെ വീണ് ഉടഞ്ഞ് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം. അവൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അല്ല മീന്. അവസാന പ്രതീക്ഷയും പൊലിഞ്ഞു. പുള്ളിയപ്പം പറയാണ്, എനിക്ക് അറിവില്ല പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ സിമ്പതി എല്ലാം കേട്ട് തോന്നിയ ഒരു ക്രഷ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ അറിയും. ലീഗലി തന്നെ പോകും, കൊടുക്കും ഉറപ്പായിട്ടും. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ല കേട്ടോണം, ഈ ഇന്റർവ്യൂ കാണുകയാണെങ്കിൽ കേട്ടോണം. അങ്ങനെ തന്നെ അപ്പൊ അതൊക്കെ വിശ്വസിച്ചോ? ഞാൻ വെറുതെ പറഞ്ഞു. ഒക്കെ മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങൾ കൂടുതലാണ്. കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലെന്തോ ചുറ്റിക്കളുണ്ടല്ലോ. എന്ത് പറഞ്ഞിട്ടും പോവാണ്ട് പല നമ്പറെന്നും നെറ്റ് നമ്പറെന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു വിളിച്ചിട്ട്. അപ്പൊ അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത്. കൊള്ളാം, നന്നായി. ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. അപ്പൊ ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല. ഇതാണ് സത്യം. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു, അതിന്റെ കുറെ ഇന്റർവ്യൂസ് കൊടുത്തു, കാര്യങ്ങൾ കൊടുത്തു. അപ്പം എന്തിനാണ് അത്രയും ബുദ്ധിമുട്ടിയത്? ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ. ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.